വരുമാനത്തിന്റെ ഒരു വിഹിതം തനിക്ക് നൽകണമെന്ന ആവശ്യവുമായി തലാൽ രംഗത്തെത്തി. പതിയെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവകാശം ഉറപ്പിക്കുവാൻ തലാൽ ശ്രമിച്ചു. അങ്ങനെ ക്ലിനിക്കിന് വേണ്ടി നിമിഷ വാങ്ങിയ വാഹനങ്ങൾ പോലും തലാൽ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. നിമിഷ അറിയാതെ തന്നെ അബ്ദുൾ ലത്തീഫിനെ ക്ലിനിക്കിൽ ഉൾപ്പെടുത്തുവാൻ രേഖകൾ തയ്യാറാക്കിയപ്പോൾ ഓഹരി ഉടമയായി തലാൽ തന്റെ പേരും കൂട്ടിച്ചേർത്തു. താമസിയാതെ നിമിഷ അറിയാതെ ലാഭത്തിന്റെ ഒരു വിഹിതം ക്ലിനിക്കിൽ നിന്ന് പിടിക്കുവാൻ തലാൽ തുടങ്ങിയിരുന്നു. ഇതന്വേഷിച്ചപ്പോഴാണ് തലാൽ തന്നെ നിമിഷ തന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന കാര്യം നിമിഷ അറിയുന്നത്. ഭാര്യയുടെ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റുകയായിരുന്നു എന്നാണ് തലാൽ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ഭാര്യയെ തലാൽ മാനസികമായി പീഡിപ്പിക്കുന്നെന്ന കാര്യം ടോമി വളരെ വൈകിയാണ് അറിയുന്നത്. പിന്നീട് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തലാൽ തന്റെ വീട്ടുകാരെയും ഇത് വിശ്വസിപ്പിച്ചു. ഒരു തവണ നിമിഷയുടെ കൂടെ തൊടുപുഴ വീട്ടിൽ വന്ന തലാൽ നിമിഷയുടെയും ഭർത്താവിന്റെയും കല്യാണ ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയും ഇത് മോർഫ് ചെയ്ത് തലാലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്തു. ശല്യം സഹിക്കവയ്യാതായതോടെ 2016 നിമിഷ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. എന്നാൽ ഈ പരാതി ഉന്നയിച്ചതിന് യമൻ നിയമപ്രകാരം തലാലിനൊപ്പം നിമിഷയും അറസ്റ്റ് ചെയ്തു. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ തലാൽ അത് കോടതിയിൽ സമർപ്പിക്കുകയും ഇരുവരെയും വിട്ടയക്കുകയും ചെയ്തു. ഇതോടെ തലാൽ ശാരീരികമായി ആക്രമിക്കുവാനും തുടങ്ങി. നിമിഷയുടെ പാസ്പോർട്ട് എടുക്കുകയും തന്നോടൊപ്പം ജീവിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. രാത്രിയിൽ തലാൽ തന്റെ സുഹൃത്തുക്കളെ പോലും നിമിഷയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ലൈംഗിക താല്പര്യങ്ങൾ ചെയ്യുവാൻ നിമിഷയെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. യമനിൽ രാത്രി സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാറില്ലാതിരുന്നിട്ട് പോലും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിമിഷ റോഡിലൂടെ ഓടുമായിരുന്നെന്ന് ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്തതിനാൽ നിമിഷയ്ക്ക് രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അതിനാൽ ക്ലിനിക്കിലെ ഒരാളുടെ നിർദ്ദേശപ്രകാരം തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ചു മയക്കി പാസ്പോർട്ട് എടുക്കാം എന്ന് നിമിഷ പദ്ധതിയിട്ടു. എന്നാൽ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായതിനാൽ ഇത് തലാലിനെ കാര്യമായി ബാധിച്ചില്ല. എന്നാൽ മറ്റൊരു ദിവസം നിമിഷ വീണ്ടും ഇതേ പദ്ധതി പ്ലാൻ ചെയ്യുകയും അന്ന് വിറയലോടുകൂടി തലാൽ നിലത്തു വീഴുകയും ചെയ്തു. തലാലിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെങ്കിലും ഇത് അയാൾ കൊല്ലപ്പെടുന്നതിന് കാരണമായി. 2015 നിമിഷ തന്റെ ക്ലിനിക്ക് ആരംഭിച്ചെങ്കിലും യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു.